അശ്മൺ ഇവിടുത്തെ പണി ആരാ എടുത്ത്? ഈ ഒരു ഭാഗം മാത്രം പൊട്ടിയിട്ടിട്ടില്ല. പക്ഷെ പൊട്ടിയിട്ടില്ലെങ്കിൽ നമ്മളിടും. പണി തുടങ്ങല്ലേ? ആളെ പൊട്ടിയിട്ടാലോ? ആരിടും? കാരണം നമ്മളെല്ലാ പണിയും കഴിഞ്ഞ് വന്ന ആൾക്കാരാണ്. നമ്മളെ എവിടെ എങ്ങനെയും നിൽക്കും. അതിനെ കൊണ്ട് നമുക്ക് വലിയ വിഷയമില്ല. ഫുള്ള് പൊട്ടിയിട്ട് ഇപ്പൊ നാളെ ലൈറ്റിന്റെ പണിക്കാർ വരുമ്പോത്തിന് അവിടെ ഫിനിഷിങ് ആവണം. അപ്പൊ രാവിലെ ഇപ്പം പൊട്ടിയിട്ടാല് മോർണിംഗ് വന്നിട്ട് എന്താക്കുക, നമുക്ക് പ്രൈമർ അടിച്ചു വെക്കാം. അപ്പൊ ആ ഒരു പൊടിപ്പണിയും കഴിയും. ഒരു ഫാനിന് 36,000 റുപ്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തപ്പോ ഉണ്ട് ഒരു ഫാനിന് 36,000 റുപ്യ. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അവരെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടതാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ലൈറ്റിന്റെ ഇതൊക്കെ ഫുള്ള് വാങ്ങി കഴിഞ്ഞ് ഈ ഫാൻ അങ്ങനത്തെ സാധനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ ഡോറ് കാര്യങ്ങളൊക്കെ വാങ്ങാണ്ട് ടെക്സ്ചർ വർക്കിന് വേണ്ടിയിട്ട് ഒഴിവാക്കിയതാട്ടോ. അതാട്ടോ ഇവിടെ ഫിനിഷിങ് ആകത്ത് ഓൾമോസ്റ്റ് എല്ലാം ഫിനിഷിങ് ആയി. ഇപ്പൊ നാളെ മുതൽ കിച്ചൺ കബോർഡ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. ഇപ്പൊ ഇവിടെ വന്നപ്പം ഈ ഒരു ഭാഗം മാത്രം പൊട്ടിയിടാതെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവരോട് പെയിന്റിംഗ് പണിക്കാരോട് പറഞ്ഞതാണ്. കാരണം അവരെ പറയുന്ന കാര്യമില്ല, ഒരു 3:30 പോയത്. ഞാൻ വന്നത് ആ മോർണിംഗ് കൂട്ടി സ്കൂൾ വിട്ടിട്ട് വന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടപ്പോ ഇപ്പൊ അതിന്റെ ഇടയിൽ ഒരു ഹോൾസെയിൽ ഷോപ്പ് വന്നിനി. അപ്പൊ ഞാൻ ഒരു വീഡിയോ എടുക്കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ അതും കാണിക്കുന്നത്. കാരണം വയറിങ്ങിന്റെ സാധനങ്ങളൊക്കെ ഞാൻ ഡയറക്റ്റ് ഫാക്ടറി പോയിട്ട് വാങ്ങിയതായിരുന്നു. അപ്പൊ അത് അങ്ങനെ അങ്ങോട്ട് പുറത്തേക്ക് വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഞാൻ ചോദിച്ചു നോക്കട്ടെ അവരോട് സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത്. കാരണം വീടുണ്ടാക്കുന്ന ഓരോരുത്തർക്കും ഒരു ബെനിഫിറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോസ് ഇങ്ങനെ ഇടുന്നത്.